നമസ്കാരം. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പാർലമെന്റിൽ തങ്ങളെ വാതുറക്കാൻ അനുവദിച്ചാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു ബോംബ് ഉയർത്തിക്കാട്ടി. പക്ഷേ പൊട്ടിച്ചില്ല. ഭൂകമ്പം ഉണ്ടാകുമെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ CBI മുൻ സർക്കാരിൻ്റെ കാലത്തെ ഹെലികോപ്റ്റർ അഴിമതി ആരോപണം വീണ്ടും എടുത്ത് പുറത്തിട്ട് ഭൂകമ്പമുണ്ടാക്കി. അഴിമതി ആരോപണത്തിൻ്റെ ബോംബാണ് രാഹുലിൻ്റെ കയ്യിൽ, അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ. ഈ ബോംബ് പൊട്ടിക്കൽ പക്ഷേ പാർലമെൻറ്റിൽ മാത്രം. BJPയുടെ മറുപടി ഭൂകമ്പവും പിന്നാലെ ഉണ്ടാകും. BJPയും കോൺഗ്രസും പരസ്പരം നടത്തുന്ന ഈ സൗഹൃദ മത്സരം അവസാനിപ്പിച്ച് തേങ്ങ ഉടയ്ക്കാൻ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെടുകയും ചെയ്തു. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. If they allow me to speak in parliament, you will see what an earthquake is going to be. പരസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുന്നു. Prime Minister is personally terrified with the information that I have, that we have with us. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. It is personal corruption of the Prime Minister. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? It is personal corruption of the Prime Minister that we have detailed information on. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. नहीं सुनिए, प्रधानमंत्री के बारे में भ्रष्टाचार का पर्सनल इंफॉर्मेशन हम सबके पास है. हम उसको रखना चाहते हैं. हमें प्रधानमंत्री रखने नहीं दे रहे हैं. लोकसभा में हमें बात करने दीजिए, हम सब दिखा देंगे. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചൂടുപിടിപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ UDF ധർണ ഉദ്ഘാടനം ചെയ്യാനുമെത്തി. നോട്ട് റദ്ദാക്കൽ ദുരിതത്തിലും സഹകരണ പ്രതിസന്ധിയിലും UDF നടത്തുന്ന ഒറ്റയാൻ സമരമാണ് അങ്ങ് ഡൽഹിയിലും എത്തിയത്. പ്രതിഷേധം കൊണ്ടാണോ എന്നറിയില്ല, ഉമ്മൻചാണ്ടിയും തണുപ്പ് മൂലം സുധീരനും ഡൽഹിയിലെത്തിയില്ലെങ്കിലും ജനപ്രതിനിധികളും UDF നേതാക്കളും കൊടും തണുപ്പത്ത് ധർണയിരുന്നു. നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ച ജനങ്ങളെ രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ ജനങ്ങൾ അരി നൽകാതെ ആളുകളെ പീഡിപ്പിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. സർവകക്ഷി സംഘം ഡൽഹിക്ക് പോയി പ്രധാനമന്ത്രിയെ കാണാമെന്നായിരുന്നു കേരളത്തിൽ ഇരുമുന്നണികളും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ. പ്രധാനമന്ത്രി സമയം അനുവദിക്കാത്തതിനാൽ LDF ആ ആശയം ഉപേക്ഷിച്ചു. സാരമില്ല, ദേശീയ ഇടതുപക്ഷക്കാരായ RSPയും ഫോർവേഡ് ബ്ലോക്കിന്റെ G ദേവരാജനും ഇപ്പോൾ കേരളത്തിൽ UDFിലെ ഇടതുപക്ഷമാണ്. പ്രധാനമന്ത്രി ഏതായാലും നമ്മളെ ആരെ കാണാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നമ്മളെ ആരെ കാണാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് ഈ വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെയും അവിടുത്തെ ഭരണാധികാരികളെ കാണാനേ താല്പര്യമുള്ളൂ. ഈ സമരം ധർമ്മസമരമാണ്, ജനകീയ സമരമാണ്. ഈ ജനകീയ സമരം വിജയിച്ചേ തീരൂ. മോഡിയും കൂട്ടരും മുട്ടുമടക്കും. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും. അത് നമുക്കെല്ലാം ഒരുമിച്ച് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം, ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങളുടെ കൂടെ സമരം അവസാനിക്കുന്നവരെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. 11 മണിക്ക് പാർലമെന്റ് നടക്കും. ഇന്നെന്തൊക്കെയോ അവിടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഉണ്ടാവുന്ന ഓരോ ദിവസമുള്ള ഊഹങ്ങളാണ്. അതുകൊണ്ട് ഞാൻ
എൻ്റെ വാക്ക് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാം അനുമതി ഉണ്ടെന്ന് മുൻകൂർ ധരിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്രയാകുകയാണ്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പ്രിയ സഭാവാസികളെ, 101 കുതിരകളെയും 501 ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്ക് കൊടുത്ത് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴി ഇതാ എഴുന്നള്ളുന്നേ. ഇതാരി നമ്മുടെ പട്ടയത്ത് പപ്പനാഥ സാറല്ലോ? പത്മനാഭന അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയാവല്ലോ. ഞാൻ ആകെ അങ്ങ് അല്ല, ഇതാര് നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ? മഹാരാജൻ, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം? അയ്യോ അയ്യോ അയ്യോ, കഷ്ടം, ഒറ്റ വെട്ട് പോലും പാഴായിട്ടില്ല. എല്ലാം നെഞ്ചുകൊണ്ട് തടുത്തിട്ടുണ്ട്. आज हम लोगों के सौभाग्य दिन है, हमारे प्रिय नेता राहुल जी हमारे साथ है. मैं उनको स्वागत करना चाहता हूँ. അയ്യോ സഹോ, നീ പോരിക്കടാ. I would have preferred to welcome you in happier times, but unfortunately you have come in for a very tragic reason. A little over a month ago, the Prime Minister of India, for the first time in Indian history, attacked the people of India. Thank you, thank you, thank you, thank you, thank you, thank you, thank you. പൂഞ്ഞാറിൽ നായകനായും പാലായിൽ വില്ലനായും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് നല്ല നടനാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഈയിടെ ഗൾഫിൽ ഒരു പരിപാടിയിൽ കോമഡി സ്കിറ്റിൽ വരെ അഭിനയിച്ച PC ജോർജ് രാഷ്ട്രീയ നേതാവായി വേഷമിടുകയാണ് പുതിയൊരു ചിത്രത്തിൽ. അഭിനയിക്കുകയല്ല, ജീവിക്കുക തന്നെയാണെന്ന് ജോർജും. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. എന്റെ ആക്ട് നന്നായിരുന്നില്ലേ? ഇതുപോലെ അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയുണ്ട്. എന്താ ഇത്? ഓണം വലിച്ചു പോലെ. ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട, ആദ്യം ഇയാള് പറയാ പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? പോലെ കോണകം വലിച്ചൂരി എറിയുന്ന പാർട്ടിയുടെ കൊടി വലിച്ചൂരി എറിയാൻ ധൈര്യം തന്നു പറഞ്ഞോളാം. അന്നേരം അങ്ങനെ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കിന്ന് മര്യാദയ്ക്ക് പന്താടൊപ്പിക്കുന്നു. തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു? ജനഗണമന അല്ല, വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആവേണ്ടിയിരുന്നതെന്നും രവീന്ദ്രനാഥ ടാഗോർ ഇതെഴുതിയത് ജോർജ് അഞ്ചാമൻ സാഹിബിനെ സ്തുതിക്കാനാണെന്നും പറഞ്ഞു നടന്നിരുന്നു ചിലർ. അവരിപ്പോൾ നാടുനീളെ മാത്രമല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ വസതിക്ക് മുന്നിൽ വരെ പോയി ജനഗണമന ആലപിക്കുന്നു. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര മേളയിൽ എല്ലാ സിനിമയ്ക്ക് മുമ്പും സുപ്രീം കോടതി വിധി പ്രകാരം ദേശീയ ഗാനം ആലപിക്കുന്നുണ്ട്. 1-2 പേർ എഴുന്നേൽക്കാതിരുന്നാൽ അതിന് അക്കാദമി ചെയർമാൻ കമൽ എന്തു പിഴച്ചു? കമലിൻ്റെ പേര് കമാലുദ്ദീൻ ആയതാണോ ഇവരുടെ പ്രശ്നം? പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി റോഡിൽ ദേശീയ ഗാനം മുഴക്കുന്നത് ശരിയാണോ ദേശസ്നേഹികളെ? ദേശീയഗാനം കേട്ടാലെന്ത്? ദേശീയഗാനം കേട്ടാലെന്ത്? ഭാരതത്തിൻ മണ്ണിലിരുന്ന്
എന്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ദേശീയ ഗാനത്തിനെതിരായിട്ട് ഒരു രീതിയിലും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു രീതിയിലും അതിനെതിരെ ഇവിടെ സംസാരിച്ചിട്ടുമില്ല. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ ഞങ്ങളുടെ അനുവാദമില്ലാതെ പോലീസ് അകത്ത് കയറി അറസ്റ്റ് ചെയ്തതിൻ്റെ അത് ദൗർഭാഗ്യകരമായി പോയെന്ന് മാത്രമേ ഞാനൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളൂ. ഇവർ ദേശീയ ഗാനം ആലപിച്ച് എൻ്റെ വീടിന് മുമ്പിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ദേശീയ ഗാനം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമാണോ? അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണത്. പ്രതിഷേധിക്കാൻ വേണ്ടി ദേശീയ ഗാനം പാടുന്നു പറയുമ്പോൾ ആരാണ് ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് തോന്നുമ്പോൾ റോട്ടിലും വഴിയിലൊക്കെ നിന്ന് പാടാവുന്ന സാധനമാണ് ദേശീയ ഗാനം. ദയവ് ചെയ്ത് ദേശസ്നേഹം അവരുടെ കുത്തകയാണെന്ന് കരുതരുത്. അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ആരും നെറ്റിയിൽ ഒട്ടിച്ച് നടക്കേണ്ട കാര്യമില്ല ദേശസ്നേഹം. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. ഇതിനെയാണ് മുതലെടുപ്പ് എന്ന് പറയുന്നത്. ദേശീയഗാന വിവാദം മുതലാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാക്കാമെന്ന ദുഷ്ടബുദ്ധി. ദേശീയഗാനത്തെ എല്ലാവരും ആദരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മോബോക്രസിക്ക് സുപ്രീം കോടതി വിധി വഴിവെക്കരുത്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. DCC ഓഫീസുകളിൽ ഇത് വിട പറയും കാലം. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും.